എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കുടുംബ ജീവിതങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ബന്ധം, അർത്ഥമില്ലാത്ത ജീവിതമാണ് ഇപ്പോൾ. ഒരിക്കലും ഞാൻ സ്ത്രീയെ കുറ്റം പറയാനോ പുരുഷനെ കുറ്റം പറയാനോ അല്ല. കണ്ടതും കേട്ടതുമല്ല, കേട്ടതും കണ്ടതുമാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ. ഒരു 50% വിടുതൽ നടക്കുന്നതാണ്. കെട്ടിവന്ന മരുമകൾ, ഈ അച്ഛനും അമ്മയും ലാളിച്ച് മോചിന് കല്യാണം കഴിപ്പിക്കുക ഈ പെണ്ണിനെ. കെട്ടിവരുന്ന മരുമകൾ വീടിന്റെ വിളക്കാണെന്നാണ്, വീട്ടിലെ മകളാണെന്നാണ് പറയുന്നത് കെട്ടിവരുന്ന മരുമകൾ. പക്ഷെ ഈ മകൾ കുറച്ചാൾ കഴിയുമ്പോൾ കരിവിളക്കായിട്ട് മാറുക. 2 പിള്ളേരായി കഴിയുമ്പോൾ ഇവന്റെ അച്ഛനെ കാണും. അച്ഛനില്ലാത്ത കുറ്റമില്ല, അമ്മയ്ക്കില്ലാത്ത കുറ്റമില്ല, ഭർത്താവില്ലാത്ത കുറ്റമില്ല. നോക്കുന്നതെല്ലാം കുറ്റമാണ്. പിന്നെ ഇവക്ക് അച്ഛനെ അമ്മയും വേണ്ട. ഈ മകന് അച്ഛനെ അമ്മയും കളയാൻ പറ്റുമോ? കുടുംബമല്ലേ, അവനൊന്നും പറയാല, ഒന്നും മിണ്ടുകയല്ല. മക്കളുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനും അമ്മയുണ്ട്, ആരെയും കളയാൻ പറ്റിയല്ല. എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കും. അതേ രക്ഷയുള്ളൂ. ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധം പിരിയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഭർത്താക്കന്മാർ, ഭാര്യമാർ ആത്മഹത്യ ചെയ്യുന്നു, ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട്. നമ്മളൊന്നും മനസ്സിലാക്കണം. എന്തിനു വേണ്ടി മക്കൾ വീഴണ്ട വളരുന്നത്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവള് പറയുന്നത് എന്നാ, അച്ഛനെ അമ്മയെ നോക്കാനായിരുന്നല്ലേ എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നേ? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോനെയാണ്. അതാ പറയുന്നത്. വല്ലതും പറയാൻ പറ്റുമോ അതിനെ? പക്ഷെ എന്നാലും അവനെ അച്ഛനെ അമ്മയും കളയാൻ പറ്റിയല്ല. അവസാന കാലത്ത് ഇവരെ കൊണ്ടേ അനാഥാലയത്തിൽ കൊണ്ടേ വിടും. ഇതാ നടക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട് സമൂഹം നന്നാകുന്നില്ല? ഈ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നു. അവർക്ക് അവിടെ അച്ഛനെ അമ്മയും കാര്യമാണ്, മക്കളെ. പക്ഷെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല ഈ അമ്മയോട്. എല്ലാവരും നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭർത്താവ് ജോലിക്ക് പോരുന്നപ്പം, ജോലി സ്ഥലത്ത് വരുമ്പം മാത്രം അവന് സ്വസ്ഥതയുണ്ട്. അത്രയും നേരത്തെ സമയത്തെ അവന് സമാധാനമുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന, കാരാഗ്രഹത്തിൽ ചെല്ലുന്നല്ലേ അവൻ ചെല്ലുന്നത്. പോകാൻ ഇഷ്ടമില്ല. ചെല്ലാതിരിക്കാൻ പറ്റുമോ? കുടുംബജീവിതമായിപ്പോയി. തലയ്ക്ക് ഭ്രാന്തി വരായിരുന്നാൽ മതി. അതാണ് ജീവിതം. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ ഒത്തിരി മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പുരുഷന്മാരും മനസ്സിലാക്കാനുണ്ട്. അമ്മായിമ്മ പോര് നടക്കുന്നവർ ഉണ്ടാകും. ഇപ്പോൾ ഒരു 10% ഉള്ളൂ, ഒത്തിരി കുറഞ്ഞു. ഇപ്പം അമ്മായിമ്മയ്ക്ക് നേരമില്ല പോരെടുക്കാൻ. എന്നാലും ഉണ്ട്, ചെറിയ സർക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വരുന്ന പെണ്ണുങ്ങളെ എടുത്ത് നടക്കില്ല പരിപാടിയൊന്നും. അമ്മായിമ്മ പോരൊന്നും. അങ്ങനെ ആയിപ്പോയി ലോകം. പക്ഷെ എന്തുകൊണ്ട് നന്നാകുന്നില്ല? ഇവർക്കൊന്നും മനസ്സിലാക്കിയാൽ പോലെ. 2 കുഞ്ഞുങ്ങളുണ്ട്, അവരിത് കണ്ടാ വളരുന്നതെന്നും മനസ്സിലാക്കണം. ഇല്ലേ? അതൊന്നും മനസ്സിലാകുകയല്ല. ചില ജോലി സ്ഥലങ്ങളിലുണ്ട് ഇതുപോലെ പെണ്ണുങ്ങളും തമ്മിൽ വഴക്ക്. ജോലി സ്ഥലങ്ങളിൽ ശരിയല്ല, നമ്മൾ വഴക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തേലും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അതും തീരുകയല്ല. അതും ലോകം അങ്ങനെ ആയിപ്പോയി, നിൽക്കുകയല്ല. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില ആൾക്കാരുണ്ട് ഈ ജോലിക്കാരെ നോക്കാനായിട്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ഉണ്ട് ജോലിക്കാരെ നോക്കാനായിട്ട് 2-3 പേരുണ്ട്. ഓരോരോ തസ്തിക കൊടുത്തിരിക്കുക അവർക്ക്. പക്ഷെ അവരുടെ ഉദ്ദേശം എന്നാ അറിയോ? അധികാരം വലിയ അങ്ങേറ്റത്തെ വലിയ കളക്ടറേറ്റിലെ ജോലി എന്നോർത്താ എല്ലാവരും ഇരിക്കുന്നത്. ഒന്നുമല്ല. തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ അധികാരം ഏൽപ്പിക്കാനോ അല്ല അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. ഇല്ല, കസ്റ്റമർ വരുന്നവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നിടത്ത് അവിടെ എന്തെങ്കിലും കുറവുണ്ടോ, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, അത് വേണം അന്വേഷിക്കാൻ. അല്ലാതെ ആധിപത്യം സ്ഥാപിക്കണ്ട ആരും. സാറെന്ന് വിളിച്ചാൽ കുറ്റം, സാറെന്ന് വിളിച്ചില്ലേ കുറ്റം. അല്പനർത്ഥം കിട്ടുമ്പോൾ അർത്ഥാതി കൂടെ പിടിക്കും. ചിലരങ്ങനെയാണ്. ചിലർക്ക് ജോലി കിട്ടി കഴിയുമ്പോഴത്തേനും പിന്നെ ആരെയും കണ്ടാൽ അറിയില്ല. ഇവനങ്ങ് വലിയ ഭാവമാണ്. പിന്നെ ഞാനാ നടത്തുന്ന എല്ലാം എൻ്റെ തലയിൽ കൂടെയാണ് പോകുന്നത്. തുത്തുളിപ്പിട്ട് പക്ഷെ കണക്കാം എൻ്റെ തുത്തക്കടെ എല്ലാം പോകുന്നു. തൊഴിലാളികളുടെ മേൽ അധികാരമുള്ള ഒരാളേ ഉള്ളൂ. മാനേജ്മെന്റിന് മാത്രമേ അധികാരമുള്ളൂ, എന്ത് പറയാനും എന്ത് പ്രവർത്തിക്കാനും. അതൊന്നും മനസ്സിലാക്കണം ഇവർക്ക്. അല്ലാതെ ആജ്ഞാപിക്കാനോ ആക്രോശിക്കാനോ ആർക്കും അധികാരമില്ല. ഇല്ല, ശരിയല്ല. അത് കണ്ട് മനസ്സിലാക്കട്ടെ. എത്ര കണ്ടാലും പഠിക്കുകയില്ല. പിന്നെ ഞാനാ സാറെന്ന് എന്തിനാ ഇങ്ങനെ? അത് വേണ്ട. ആരോടും ആജ്ഞാപിക്കണ്ട. എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. എന്തേലും ചെയ്യുന്ന പണി, ജോലിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അത് കാര്യം അല്ലേ? അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. പക്ഷേ വലിയ ഹോട്ടലുകളുണ്ട്. വലിയ ഹോട്ടലിൽ ഇതിപ്പം
അടുക്കളയിൽ കിടന്ന് പണിയുന്നവനെ ആരും കാണിയില്ല. അവൻ കരിയും പോയിക്കൊണ്ട് അടുക്കളയിൽ കിടക്കുക. പക്ഷെ പാചകം എന്ന കല ദൈവാധീനമുള്ള കലയാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. അത് ഉപ്പും മുളകും കൂടെ കൂട്ടിയിട്ടാൽ കറിയാകുകയില്ല. ബുദ്ധി വേണം, ബുദ്ധി. അതൊന്ന് ചിന്തിക്കണം. വലിയ ഹോട്ടലിലേക്ക് വന്ന ആൾക്കാർ വന്ന് കഴിക്കാൻ വരും. കഴിച്ചിട്ട് വന്നിട്ടേ സാധനം എടുത്തു കൊടുക്കുന്നവന് ടിപ്പ് കൊടുക്കും. മാനേജറിന്റെ അടുത്ത് നിന്നിട്ട് പറയും, സൂപ്പറായിരുന്നു കേട്ടോ ഭക്ഷണം, നല്ല ഭക്ഷണമായിരുന്നു. പക്ഷെ ഇവൻ അടുക്കള കിടക്കുന്ന അവിടെ കിടക്കുക, അവനെ ആരും അറിയില്ല. സംഭവം നന്നാകണം. അതാണ് ശരിയല്ലാത്ത രീതി. ഇന്ന് ഒരു പാചകം എന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും സാധിക്കുക. ഞാനത് പറഞ്ഞല്ലോ, ആർക്കും എല്ലാരെ കൊണ്ടും സാധിച്ച ജോലിയല്ല അത്. പക്ഷെ അത് ദൈവാധീനമുള്ള ജോലിയാണ് പാചക കല എന്ന് പറഞ്ഞാൽ. അതൊന്ന് മനസ്സിലാക്കണം. രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വലിയൊരു അനുഗ്രഹമാണത്. അവരെ ആരും അറിയില്ല. അതൊന്നും മാറ്റണം. ഈ ഹോട്ടലുകളെല്ലാം അങ്ങനെയാണ്. അത് എത്ര പറഞ്ഞാലും അതെ. ഇപ്പൊക്കെ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. ചില കമ്പനിയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. മാനേജറിന് വലിയ കാര്യമാണ്. ഈ കമ്പനികളിലൊക്കെ. ഈ ഹോട്ടലുകളിൽ ഇപ്പോഴും പഴയപടി തന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുകൊണ്ട് എല്ലാവരും അന്യോന്യം സ്വസ്ഥമായി നല്ല സുഖമായി ഭംഗിയായി ഒരുമിച്ച് കഴിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കലും ഈ അലമ്പും വഴക്കവും ഇല്ലാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എല്ലായിടത്തും എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.